ഹായ് ഗായ്സ്, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് കൃഷാന്ത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന സംഘർഷ ഘടന എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ആൻഡ് ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഉണ്ട്. കൊച്ചി തന്നെ വളരെ കുറച്ച് സ്ക്രീനുകളിൽ സിനിമയ്ക്കുള്ളൂ. മൂവി ലവേഴ്സിനോടായിട്ടാണ് ഞാൻ പറയുന്നത്, ഡോൺ മിസ് ദിസ് ഫിലിം ഇൻ തിയേറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. കിടിലൻ സിനിമ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടൊരു സിനിമ. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന ഈ സിനിമയെ പറ്റി ബേസിക്കലി പറയുമ്പോൾ നമ്മൾ പണ്ട് പറയത്തില്ലേ, നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയില്ലേ, ആ കാര്യം ഒരു എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആണ് ഈ സിനിമ. കാരണം എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഇതെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ, തിയേറ്ററിൽ അത്ര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമ. ആൻഡ് ഈ സിനിമയുടെ സംവിധായകനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് സിനിമകൾ ഇതേപോലെ തന്നെയായിരുന്നു. കാരണം ഇപ്പം ആവാസവ്യൂഹം ആയാലും പുരുഷപ്രേതമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. പക്ഷെ അതൊന്നും തിയേറ്ററിൽ അങ്ങനെ വിജയമായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു ബേസിക്കലി ഒരു ക്രൈം ഡ്രാമയാണ്, ഒരു ക്രൈം, എന്താ പറയുക, ഒരു ക്രൈം റിവെഞ്ച് ഡ്രാമയാണ് ഈ സിനിമ. പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലാണ് സിനിമയുടെ മാജിക് ഇരിക്കുന്നത്. ഇതെന്ത് രസമോ എന്ന് വെച്ചാൽ ഇതൊരു ഒരു കൺവെൻഷണൽ ഒരു ക്രൈം ഡ്രാമ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡല്ല ഈ സിനിമയിലേക്ക് വരുമ്പോൾ കൃഷാന്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. ആളുടെ ഒരു സിനിമയിലും ആൾ അങ്ങനെ ഒരു കൺവെൻഷണൽ രീതി ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തീരെയല്ല. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റിയാണ്. മൊത്തത്തിൽ സിനിമ ഭയങ്കര വെറൈറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നറേഷൻ ആണെങ്കിലും, അതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് വോയിസ് ഓവർ ഉണ്ട്, അതാണെങ്കിലും, ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും, ഇതിൻ്റെ കളറിങ് ആണെങ്കിലും, മൊത്തത്തിലൊരു ഒരു എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ രീതികളെ മൊത്തം മാറ്റിയിട്ട് ഒരു ഭയങ്കര രസമുള്ളൊരു അപ്രോച്ചാണ് ഈ സിനിമയിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരു ബുക്ക് വായിക്കുന്ന പോലെയാണ്. ഓരോ അധ്യായങ്ങളായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ടൈപ്പുള്ളൊരു ഒരു ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ആൾ ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതും എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തിയേറ്ററിൽ വരുമ്പോൾ. അത് ഭയങ്കര രസമാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് ഭയങ്കര രസമാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ്. അത് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഈ സിനിമയുടെ എഡിറ്റിങ്, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ടെക്നിക്കലി ടോപ്പ് നോച്ചാണ് ഈ സിനിമ. ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്, ഇതിൻ്റെ എഡിറ്റിംഗ് അടിപൊളിയാണ്, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി കിടിലമാണ്, ഇതിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. അതിൽ ഏത് ആസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു അടിപൊളി സിനിമ. ആൻഡ് ഈ സിനിമയെ പറ്റി ബാക്കി പറയുവാണെങ്കിൽ ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന രാജേഷ് നാരോത്താണ്. കിഡിലം വർക്കാണ് മ്യൂസിക്കിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് BGM പീക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ഫൈറ്റ് സീനുണ്ട്, ആ ഫൈറ്റ് സീനിലേക്ക് വരുമ്പോൾ കിഡിലം വർക്കാണ് BGMൽ നടന്നിരിക്കുന്നത്. മൊത്തത്തിൽ BGM അടിപൊളിയായിട്ട് ഈ സിനിമയിൽ BGM വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ ആ സീനിൻ്റെ കൂടെ അങ്ങ് ഒഴുകി പോകുന്നത്, അല്ലാണ്ട് വെറുതെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സീൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം പാട്ടുകൾ ഇങ്ങനെ സീനിൻ്റെ കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന പ്രയാഗ് മുകുന്ദൻ എന്ന് പറഞ്ഞ ആ കക്ഷിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ചില ഫ്രെയിമൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു കളറിങ്, ഞാൻ സിനിമാറ്റോഗ്രഫി എന്ന് മാത്രമല്ല ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ കളറിങ് ആണ്, ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്, ഇതിൻ്റെ VFX പരിപാടി. VFX ഒന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു സിനിമ. പിന്നെ ഇതിൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പെർഫോമൻസസ് ആണ്. ഈ സിനിമയുടെ നട്ടല് എന്ന് പറയുന്നതിന് പെർഫോമൻസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. വിഷ്ണു അഗസ്റ്റിയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്യുന്നത്. സനൂപ് എന്നാണെന്ന് തോന്നുന്ന ആളുടെ സനൂപ് പടവീടൻ എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷിയുണ്ട്. പിന്നെ നമ്മുടെ കരിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് രാഹുൽ രാജഗോപാൽ, ഷിൻഷാൻ, അതുപോലെ തന്നെ വിഷ്ണു അഗസ്റ്റി, ഇവരൊക്കെയാണ് ഇതിൻ്റെ അറിയപ്പെടുന്ന ഫേസുകൾ. അറിയപ്പെടാത്തതായിട്ട് ഇതിലുള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ചില ഇതിൽ മൊഴി കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അതായത് നമ്മുടെ ആക്സിൽ മാമനോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്. അങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ നെയിമാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൽ 2 പോലീസുകാരുണ്ട്. ഇന്ദുചൂടൻ എന്ന് പറഞ്ഞിട്ടൊരു പോലീസുണ്ട്. ആളുടെ കൂട്ടത്തിലുള്ള വേറൊരു പോലീസുകാരനുണ്ട്, ചോദ്യം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു 2 പോലീസുകാർ, മഫ്തിയിൽ നടക്കുന്ന 2 പോലീസുകാരുണ്ട്. എൻ്റെ അമ്മ ഇന്ന പെർഫോമൻസ് ആണെന്നറിയോ, തിയേറ്ററിൽ കിടിൽ വരുന്നവരുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനെ കാണുന്ന സിനിമകളൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ ഒരു സിനിമ കാണുന്ന വീഡിയോ ഇടുന്ന രീതിയിൽ പോകുമായിരുന്നു. കുറച്ച് നാളെ ഇതുപോലെ ഒരു നല്ല സിനിമ കണ്ടിട്ട്. ഇങ്ങനത്തെ സിനിമകൾ നമ്മുടെ തിയേറ്ററിൽ ആക്ച്വലി മിസ് ചെയ്യരുത്. കാരണം ഇങ്ങനത്തെ സിനിമകളിലൂടെയാണ് എപ്പോഴും വ്യത്യസ്തമായ സിനിമകളിലൂടെയും വ്യത്യസ്തമായ അപ്രോച്ചുകളിലൂടെയാണ് നമ്മൾ ഒരു സിനിമ ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തോപ്പിക്കരുത്. കാരണം തിയേറ്ററിൽ വളരെ കുറച്ച് ഷോസും വളരെ കുറച്ച് ആൾക്കാരും തിയേറ്ററിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ആൻഡ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാൽ
എനിക്കിത് സിനിമ അടിപൊളിയായിട്ട് വർക്കായി. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റൂ. എനിക്ക് തിയേറ്ററിൽ ഞാൻ കൊടുത്ത കാശ് മുതലായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് തിയേറ്ററിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ സിനിമയായിരുന്നു. ആൻഡ് പറ്റുന്ന എല്ലാവരും പോയി സിനിമ കാണുക. സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർ, ഈ കുറച്ച് ആർട്ട് പരമായിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഐ എം പ്രിറ്റി ഷുവർ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണാനാണെങ്കിൽ എൻ്റെ താഴത്തൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ. താങ്ക് യു.